സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനായിട്ട് സ്റ്റോക്കുകൾ പറഞ്ഞു തരാമോ എന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് ആരുടെ സഹായവും ഇല്ലാതെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി ബെസ്റ്റ് സ്റ്റോക്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്നല്ലേ, സ്ക്രീനർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരുപാട് സ്ക്രീനേഴ്സ് അവൈലബിൾ ആണെങ്കിലും ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത്, നല്ല രീതിയിൽ നമുക്ക് അനാലിസ് ചെയ്യാൻ പറ്റുന്നതുമായ ഒരു സ്ക്രീനറാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ ഒരു ന്യൂ ടാബ് എടുക്കുക, screener.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത് ഓപ്പൺ ചെയ്യുക. യെസ്, ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി ആ ഒരു സ്ക്രീനറിലേക്കാണ് ഡയറക്റ്റ് പോയത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ സ്ക്രീനർ ഉപയോഗിക്കാം. പ്രീമിയം വേർഷൻ ഉണ്ട്, എന്നാലും നമുക്ക് തൽക്കാലത്തേക്ക് അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സ്ക്രീനറിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കി നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് സ്റ്റോക്സ് സ്ക്രീൻ ചെയ്തെടുക്കാം, അരിച്ചെടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഈ സ്ക്രീനറിന്റെ ഫസ്റ്റ് ഈ ഒരു ടാബ് നമുക്ക് നോക്കാം. ഇത് നമുക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഐക്കൺ എവിടെയുണ്ട്, ക്വാർട്ടർലി റിസൾട്ട്, അപ്കമിംഗ് റിസൾട്ട്, അങ്ങനെ 3 ഡാറ്റാസ് നമുക്ക് ഇവിടെ കാണാം. ഇതിൽ മാർക്കറ്റ് ഡാറ്റയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അനൗൺസ്മെന്റ്സ്, അതായത് കമ്പനികളുടെ അനൗൺസ്മെന്റ്സ് റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കോൺ കോൾസ്, അതായത് അവരുടെ കോൺഫറൻസ് കോൾസിന്റെ ഡീറ്റെയിൽസും മേ ബി വീഡിയോസും അവർ പ്രസന്റ് ചെയ്തിരിക്കുന്ന സ്ലൈഡൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാം. അതുപോലെ തന്നെ അപ്കമിങ് കോൺഫറൻസ്, അവരുടെ ആനുവൽ റിപ്പോർട്ട്സ്, അപ്കമിങ് IPOs. നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട് ഇനി വരുന്ന IPO ഏതാണ്. ചിലർക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ നോക്കി തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവണമെന്നില്ല, അല്ലെ ഏത് കമ്പനിയാണെന്ന് അറിയണമെന്നില്ല. അപ്പോൾ ഇവിടെ അപ്കമിങ് IPOs നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കേ, ഇനി വരാൻ പോകുന്ന അപ്കമിങ് IPO സിറ്റി കെം ഇന്ത്യ ഇന്നാണ്, അതായത് ഞാൻ വീഡിയോ എടുക്കുന്ന ജനുവരി 3 അത് ലിസ്റ്റിംഗ് ഡേറ്റ്. ഇൻഡോ ഫാം എക്യുപ്മെന്റ്സ് ജനുവരി 7. അങ്ങനെ ഇതെല്ലാം അപ്കമിങ് IPOs ആണ്. അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും PE റേഷ്യം ROCE ഒക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ വളരെ കുറഞ്ഞ കമ്പനികളാണ്, ലിസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, റീസെന്റ് ആയിട്ട് വന്ന IPOs നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റീസെന്റ് ആയിട്ട് വന്ന IPOസിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് കണ്ട്, പെർസെന്റേജ് ചേഞ്ച്, അതായത് IPO വന്നതിന് ശേഷം എത്ര ശതമാനം ഇത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അത് IPO പ്രൈസിന് താഴെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റീസെന്റ് ആയിട്ട് വന്ന അന്യ പോളിടെക് എന്ന് പറയുന്ന കമ്പനി ഇന്നലെയാണ് ലിസ്റ്റ് ആയത്. അതിന്റെ IPO പ്രൈസ് 18 രൂപയും കറണ്ട് പ്രൈസ് 18.80 ആണ്. ആൻഡ് അതുപോലെ തന്നെ എല്ലാ സ്റ്റോക്കുകളുടെയും റീസെൻ്റ് ആയിട്ട് വന്ന IPO മമത മെഷീനറി എന്ന് പറയുന്ന 27 വന്ന IPO 243 രൂപയിൽ നിന്ന് 548 ഇപ്പോൾ റൺ ചെയ്യുന്നത്. ഏകദേശം 126% പ്രോഫിറ്റ്. അതുപോലെ തന്നെ നാക്ഡാക്ക് ഇൻഫ്രാസ്ട്രക്ചർ 135% പ്രോഫിറ്റ്. ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ IPO പ്രൈസിന് താഴെ, അതായത് IPOയിൽ വന്ന പ്രൈസിനൊക്കെ താഴെ ട്രേഡ് ചെയ്യുന്ന, അതായത് ലോസിൽ കിടക്കുന്ന സ്റ്റോക്കുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, സ്വിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഡാറ്റ നമ്മൾ എടുത്ത് നോക്കി. അതുപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ട്, അതായത് കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ക്വാർട്ടർലി റിസൾട്ട് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ക്വാർട്ടർലി റിസൾട്ടുകൾ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്കമിങ് റിസൾട്ട്സും, അതായത് ഇനി വരാൻ പോകുന്ന റിസൾട്ടുകൾ. സിസ്ട്രോ ലിമിറ്റഡ് കമ്പനിയുടെ റിസൾട്ട് ഇന്ന് ജനുവരി 3 വരാനിരിക്കുന്നുണ്ട്. ഐസ്ട്രീറ്റ് നെറ്റ്വർക്കിന്റെ ജനുവരി 4, ഏഷ്യൻ ഫ്ലോറ ജനുവരി 6. ഇതൊക്കെ ഇനി വരാൻ പോകുന്ന കമ്പനികളുടെ റിസൾട്ടിന്റെ ഡേറ്റ്സ് ആണ്. ഓക്കെ, റിസൾട്ട് ഒക്കെ നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. ഫീഡിൽ ഈ ഒരു 3 ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും കമ്പനി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സോർട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഒരു കമ്പനിയെ കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പെട്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് കമ്പനീസിനെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ കറൻറ്റ്ലി ആഡ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് കൺഫ്യൂഷൻ ആവും. കുറേ ഡാറ്റാസ് ഇവിടെ വന്ന് കിടക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ സ്ക്രീൻസ്. യെസ്, ഈ സ്ക്രീൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പല ബിഗിനേഴ്സിനും അറിയത്തില്ല എന്താണ് സോർട്ട് ചെയ്യേണ്ടത്, സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യേണ്ടത്. ആരെങ്കിലും എവിടെന്നെങ്കിലും കുറേ സ്റ്റോക്കുകൾ പറയും, അതൊക്കെ ചെന്ന് വാങ്ങിക്കും. അതിനൊന്നും ഒരാവശ്യമില്ല. ഏതൊരു ബിഗിനറിനും വളരെ സിമ്പിളായിട്ട് ഈ സ്ക്രീനർ ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ ക്രിയേറ്റ് ന്യൂ സ്ക്രീനർ ഉണ്ട്, അതായത് നമുക്ക് പുതിയ രീതിയിൽ എങ്ങനെ മാർക്കറ്റ് ക്യാപ്പൊക്കെ ഉപയോഗിച്ച് കമ്പനികളെ വേണമെങ്കിൽ വേർതിരിച്ച് സെലക്ട് ചെയ്തെടുക്കാം. പക്ഷെ നിങ്ങൾക്കതൊന്നും അറിയില്ല, അല്ലെങ്കിൽ ന്യൂ സ്ക്രീനൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്ത്, ഇവിടെ പോപ്പുലറായിട്ട് ആളുകൾ ചെയ്ത സ്ക്രീനുകൾ അവൈലബിൾ ആണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് FII ബൈയിങ്. നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ കൂടി FII ബൈ ചെയ്ത സ്റ്റോക്ക് വാങ്ങിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റ്, ഇപ്പോൾ 2024 മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഓൾ ടൈം ഹൈ ഒക്കെ 26,000 നിഫ്റ്റി അടിച്ച വർഷമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ബെനിഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2025 ഇപ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ല, പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യണം. ഒന്നും അറിയാതെ ആളുകൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ചെയ്യാതെ ജസ്റ്റ് FII ബൈയിങ് സ്റ്റോക്ക്, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്
ബൈ ചെയ്ത സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് ഇവിടെ FII ബൈയിങ്ങിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇതേ സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. റെയിൽ വികാസ്, GE വെർണോവ, ടാറ്റ ടെക്നോളജി, ഗില്ലറ്റ് ഇന്ത്യ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ, നമുക്ക് ഓൾറെഡി അറിയാം, ബിഗിനേഴ്സിനൊക്കെ അറിയാൻ പറ്റുന്നതാണ്. സെൻ ടെക്നോളജി. ഇനി ഇപ്പോൾ FII ബൈയിങ് എന്ന് പറയുന്നത് എത്ര % ആണ് അവർ ബൈ ചെയ്തിരിക്കുന്നത്, അവരുടെ കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം അവർ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയിട്ടുണ്ടോ, അത് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുകയാണോ ചെയ്തത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ റെയിൽ വികാസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും PE റേഷ്യോ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഡിവിഡൻറ്റ്, അതുപോലെ തന്നെ ക്വാർട്ടർലി പ്രോഫിറ്റ്സ്, സെയിൽസ് ഗ്രോത്ത്, ക്വാർട്ടർ സെയിൽസ് ഗ്രോത്ത്, FII ഹോൾഡിങ്സിന്റെ ചേഞ്ച്, FII ഇപ്പോൾ കറന്റ് എത്ര ശതമാനം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഈ ഡീറ്റെയിൽസ് ഒന്നും നോക്കണമെന്നില്ല. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആ കമ്പനിയിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ള കമ്പനി ആണെങ്കിലല്ലേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുകയുള്ളൂ. അല്ലാതെ വളരാൻ സാധ്യതയില്ലാത്ത ഒരു കമ്പനിയിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ബൈ ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അത് മാത്രം നമ്മൾ ഇതിൽ നോക്കിയാൽ മതി. വേറെ ഒരുപാട് ഡാറ്റാസ് ഉണ്ട്, ബിഗിനേഴ്സിന് അതൊക്കെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല. പക്ഷെ നമ്മൾ അതിലേക്കൊന്നും നോക്കണ്ട. ജസ്റ്റ് FII ഹോൾഡ് എത്ര ശതമാനം, ഈ ഒരു ലാസ്റ്റ് ഇത് മാത്രം നിങ്ങൾ നോക്കുക, എത്ര ശതമാനം FII സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. റെയിൽ വികാസ് 5% അടുത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ടെക്നോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് 9.80%, ഏകദേശം 10% അടുത്ത് അവർ ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആസ്ക് ഓട്ടോമേറ്റീവ് 9.16. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ FIIs ബൈ ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഒന്ന് എഴുതി വെക്കുക. ചാടി കയറിപ്പോയി സ്വിംഗ് ട്രേഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ബിഗിനേഴ്സിന് പറ്റിയ ഏറ്റവും നല്ലൊരു സ്ക്രീനിങ് ആണ് FII ബൈയിങ്. എന്താണ് FII ബൈയിങ്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ. നമ്മൾ ഒരു സ്ക്രീനിങ്ങിനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പിറകെ പോകേണ്ട ആവശ്യമില്ല, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഈവൻ എന്നോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല. FII ബൈ ചെയ്തിട്ടുണ്ടോ സ്റ്റോക്ക് നോക്കുക, എടുത്ത് വെക്കുക, എത്ര % ആണ് അവർ ബൈ ചെയ്തിരിക്കുന്നത് നോക്കുക, സോർട്ട് ചെയ്ത് എടുത്ത് വെക്കുക. ഇനി അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമുക്ക് നോക്കണം. വെറുതെ ഇത് മാത്രം കണ്ടിട്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അതൊന്ന് സോർട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. ഇനി വീണ്ടും നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ FII ബൈയിങ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഡെപ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞ സ്ക്രീൻ. എന്താണ് ഡെപ്റ്റ് റിഡക്ഷൻ? അതായത് അവരുടെ കടം അവർ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അതായത് ഒരു കമ്പനിക്ക് കടങ്ങളില്ലാത്ത കമ്പനികളില്ല. ഇപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ടൊളിൻസിന് കടമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റാണ്, കടമുള്ള കമ്പനിയിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റിലയൻസ് സ്റ്റോക്ക്, റിലയൻസിന് വരെ കടമുണ്ട്. അപ്പോൾ കടമില്ലാത്ത കമ്പനികളൊന്നുമില്ല. അപ്പോൾ ഈവൻ നമുക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അറിയാം ഫസ്റ്റിന് സക്സസ് ആവണമെന്നില്ല. ഇപ്പോൾ ഈവൻ സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ആദ്യം ലോസിലാണ് ഓടിക്കൊണ്ടിരുന്നത്. എത്ര കോടി അവർ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അവരവരുടെ സെയിൽസ് കൂട്ടി ഇപ്പോൾ സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ കയറി വന്നിരിക്കുകയാണ്. ഇനി അവർക്ക് എന്തുമാത്രം ഫോക്കസ് ചെയ്താൽ മതി, അവരുടെ സെയിൽസ് മാത്രം അവർക്ക് ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ കടമില്ലാത്ത കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കമ്പനി, നല്ല മാനേജ്മെൻറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ കടമൊക്കെ കുറച്ച് കൊണ്ടുവരാം അല്ലേ. നമ്മുടെ ലൈഫിൽ പോലും നമുക്ക് കടമുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന പോലെ ഡെപ്റ്റ് റിഡക്ഷൻ കമ്പനീസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിൽ വാരിയ ക്രിയേഷൻസ് ഡെപ്റ്റ് 0 ആയിട്ടുണ്ട്. ഈ ഒരു കമ്പനീസ് ഇങ്ങനെ സോർട്ട് ചെയ്യുമ്പോൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞ കോളത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എത്രമാത്രം % ആണ്, അല്ലെങ്കിൽ എത്ര കോടി ഡെപ്റ്റാണ് അവർ ബെയർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 0 കാണിക്കുന്നത് അവരുടെ ഡെപ്റ്റ് കുറച്ച് വന്നതാണ്. ബാക്കി കമ്പനികൾ അവരുടെ ഡെപ്റ്റ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡെപ്റ്റ് കുറച്ച കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവർ പ്രോഫിറ്റിലേക്ക് കുതിക്കാൻ പോകുന്നു എന്നുള്ള ഇൻഡിക്കേഷനാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സോർട്ട് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. വീണ്ടും സ്ക്രീനിലേക്ക് പോകുമ്പോൾ കമ്പനീസ് ക്രിയേറ്റിംഗ് ന്യൂ ഹൈ. എന്താണ് കമ്പനീസ് ക്രിയേറ്റിംഗ് ന്യൂ ഹൈ? അതായത് കമ്പനി പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി. അതായത് പുതിയ ഹൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ കറൻ്റ് ഇപ്പോൾ 100 രൂപയിലാണ്, അല്ലെങ്കിൽ 100, 110, 120 റേഞ്ച് വിട്ട് പോകുന്നില്ല ആ കമ്പനിയുടെ പ്രൈസ്. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം ആ 125 ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈ ഒരു 135 എന്ന് പറഞ്ഞൊരു ഹൈ ഉണ്ടാക്കി. എന്നതിനർത്ഥം എന്താ? ആ സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്കായി, അല്ലെങ്കിൽ ആ ഒരു നിന്നിരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പുതിയൊരു പ്രൈസിലേക്ക് പോയി എന്നുള്ളതാണ്. അതും ഒരു അടിപൊളി സ്ക്രീനിങ് തന്നെയാണ് സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കമ്പനീസ് ക്രിയേറ്റിംഗ് ന്യൂ ഹൈ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇന്ന് നമുക്ക് ഇതിൻ്റെ ചാർട്ടിൽ നോക്കാം ഇത് ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ RRPS സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞൊരു കമ്പനി, അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വളരെ കുറവാണ്. നമുക്ക് കുറച്ചും കൂടി നല്ല ഇൻ്റർനാഷണൽ GE എന്ന് പറഞ്ഞൊരു കമ്പനി
ഓക്കെ, അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അത്യാവശ്യം ഉണ്ട്, നമുക്ക് നോക്കിയാലും അറിയാം. അത് ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. വെറുതെ പോയി ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഞാൻ എഗെയിൻ ഓർമ്മിക്കുകയാണ്. ഈ ഒരു സ്ക്രീനർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു എല്ലാ കമ്പനിയും അടിപൊളിയാണല്ലോ, ഇതിലെല്ലാം പോയി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. പക്ഷെ അങ്ങനെയല്ല. FII ബൈയിങ് ഒക്കെ നല്ലൊരു ചൂസ് തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ന്യൂ ഹൈസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫേക്ക് ബ്രേക്ക്ഔട്ട്സ്, അതായത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഔട്ട്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ജി എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് എടുത്ത് നോക്കാം. നമ്മൾ സ്റ്റോക്സിൻ്റെ ചാർട്ട് നോക്കുന്നത് ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിലാണ്. ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ ട്രേഡിംഗ് വ്യൂ യൂസ് ചെയ്യാമെന്നുള്ളത്. ഇൻ്റർനാഷണൽ ജി എന്ന് പറഞ്ഞ സ്റ്റോക്കിന് അത്യാവശ്യം നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ഈ മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ സ്റ്റോക്കൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് വലിയ കാര്യമായിട്ട് ക്യാൻഡിൽസ് ഒന്നും കാണാൻ പറ്റില്ല, ഇങ്ങനെ ഡോട്ട് ഒക്കെ ആയിരിക്കും. അതായത് വലിയ വോളിയം ഒന്നും അതിൽ ട്രേഡ് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വോളിയം ഇല്ലാത്ത സ്റ്റോക്ക് കൺസിഡർ ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം വോളിയം കുറഞ്ഞ് നമ്മുടെ സ്റ്റോക്ക് വളരെ ലോസിലേക്ക് പോയേക്കാം. അപ്പോൾ അവിടെ കുറച്ച് റിസ്കി ഉള്ളതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് അത്യാവശ്യം നല്ല രീതിയിലുള്ളത് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇൻ്റർനാഷണൽ ജി എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ജി എന്ന് പറഞ്ഞ സ്റ്റോക്കാണ് BSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡെയിലി ടൈം ഫ്രെയിം ഞാൻ ഇട്ടിരിക്കുകയാണ്. സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തത് റീസെൻ്റ് ആയിട്ടാണ്, 20 ഡിസംബർ 2024 464 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്കിന് ഇപ്പോൾ ഏകദേശം 615 ന്യൂ ഹൈ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. IPO അതായത് ലിസ്റ്റ് ചെയ്ത പ്രൈസിന് ഇതുവരെ താഴെ ഈ ഒരു സ്റ്റോക്ക് വന്നിട്ടില്ല, അതൊരു ഗുഡ് സൈൻ ആണ്. ഇവിടെ ലാസ്റ്റ് വന്ന ഹൈ എന്ന് പറയുന്നത് ഇന്നലെയാണ്. ആൻഡ് അതിന് മുമ്പ് വന്ന ഏറ്റവും വലിയ ഹൈ പ്രൈസ് 611. ഇപ്പോൾ ഒരു ഹൈ 629 അല്ലെങ്കിൽ ഒരു 29 റേഞ്ചിലേക്ക് പുതിയ ഹൈ ഈ ഒരു സ്റ്റോക്ക് ഉണ്ടാക്കി. പക്ഷേ ഇത്തിരി കൂടി വിസിബിളായിട്ട് TCS ഓൾറെഡി ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാനത് നോക്കി വെച്ചാണ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതും അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റോക്കാണ് TCS. അപ്പോൾ TCS ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. കാരണം കറക്റ്റ് ആ ഒരു ബ്രേക്ക്ഔട്ട് നമുക്ക് ഇതിൽ കാണാൻ പറ്റും എന്നുള്ളതാണ്. TCS സ്റ്റോക്ക് എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ വിസിബിളാണ്. അതായത് ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഹൈ ആണ് പ്രീവിയസ് ഹൈ. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്തു, വീണ്ടും ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ന്യൂ ഹൈ ഉണ്ടാക്കി, വീണ്ടും അവിടുന്ന് കറക്റ്റ് ചെയ്ത് ആ ലെവലിലേക്ക് റീട്രേസ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഈ ലെവലിൽ നല്ല രീതിയിൽ വോളിയം എടുത്ത് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വെരി ഹൈ. അപ്പോൾ ഇതാണ് ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്ത സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അടുത്തൊരു സ്ക്രീനിങ് ആണ് RSI എന്ന് പറയുന്നത്. അതായത് RSI ഓവർ സോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയില്ല RSI എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണ്, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. P&G ഹൈജീൻ ആണ് ഫസ്റ്റ് കാണുന്ന സ്റ്റോക്ക്. അത്യാവശ്യം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് നോക്കുക, അതൊന്ന് ട്രേഡിംഗ് വ്യൂവിൽ എടുത്ത് നോക്കുക. P&G ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്, അതെടുത്തു. ആൻഡ് അതിനുശേഷം എന്ത് ആഡ് ചെയ്യുക, ഇൻഡിക്കേറ്റർ ആണ്. എന്ത് RSI എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ RSI ആഡ് ചെയ്തു, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ടൈം ഫ്രെയിം ഞാൻ ഡെയിലി ആക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, കണ്ട RSIയുടെ ലോവർ ബാൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ലോവർ ബാൻഡ് എന്ന് പറയുന്ന RSIയുടെ ഓവർ സോൾഡഡ് ഏരിയയും അപ്പർ ബാൻഡ് എന്ന് പറയുന്നത് ഓവർ ബോട്ട് ഏരിയ ആണ്. അപ്പോൾ സാധാരണ RSIയുടെ സ്ട്രാറ്റജി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, RSI താഴെ വരുമ്പോൾ ബൈ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ താഴെ വരുമ്പോൾ ഇപ്പോൾ 90,000 രൂപയാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 30,000 ഈ താഴെ വരുമ്പോൾ ആഡ് ചെയ്യുക. വീണ്ടും അത് മുകളിൽ എത്തുമ്പോഴാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് സൂപ്പർ ടെൻ തിരിയുമ്പോൾ. പക്ഷേ വീണ്ടും അവിടെ എത്തുന്നതിന് മുമ്പേ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ വീണ്ടും നമ്മുടെ അടുത്ത 30,000 ആഡ് ചെയ്യുക. അങ്ങനെ വീണ്ടും 30,000 ആഡ് ചെയ്യുക. എന്നിട്ട് മുകളിലെത്തി സൂപ്പർ ടെൻ തിരിയുമ്പോൾ ഇത് ബുക്ക് ചെയ്യാൻ നമുക്ക്. ആ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടി വരും. ഞാൻ സ്ക്രീനറാണ് വീണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് RSI ഓവർ സോൾഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് സ്ക്രീനിലേക്ക് വരാം. അപ്പം ഇങ്ങനെ കുറച്ച് നല്ല നല്ല സ്ക്രീനിങ് ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്ക്രീനിങ്സ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബ്രൗസ് സെക്ടേഴ്സ്, അതായത് ഏതെങ്കിലും ഒരു സെക്ടറിൽ നിങ്ങൾക്കൊരു നല്ല ഒരു കമ്പനി സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ടറിലുള്ള എല്ലാ കമ്പനി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമെൻറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഞാൻ സെലക്ട് ചെയ്ത് കണ്ടോ, എല്ലാ സിമെൻറ്റ് കമ്പനീസും അതിലും നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള അൾട്രാടെക് സിമെൻറ്റ്, അംബുജ, ശ്രീ സിമെൻറ്റ്, ECC, JK, ഇതെല്ലാം സിമെൻറ്റ് സെക്ടേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ വാല്യൂസ് മാർക്കറ്റ് ക്യാപ്പൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്ക്രീൻസ് യൂസ് ചെയ്യാം. ആൻഡ് വീണ്ടും ഞാൻ തിരിച്ചു വരികയാണ്. ഇനി നമുക്ക് ന്യൂ സ്ക്രീൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ കൊടുക്കുക. ഇപ്പം നമ്മുടെ കസ്റ്റം അനുസരിച്ച് ക്യൂറി ഒക്കെ ഇടണമെങ്കിൽ പെയ്ഡൊക്കെ എടുക്കണം. പക്ഷെ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു ക്യൂറി ഞാൻ ഇടുകയാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സ്ക്രീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവറേജ് റിട്ടേൺ ഓൺ ഇക്വിറ്റി 5 years ഗ്രേറ്റർ ദാൻ 15 ആൻഡ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗ്രേറ്റർ ദാൻ 20,000 എന്നുള്ളതാണ്
ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ക്വയറി റൺ ചെയ്യാം. ഈ ഒരു ക്വയറി റൺ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 159 റിസൾട്ടോളം കിട്ടുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം നല്ല വലിയ നെസ്ലെ, P&G, ഹൈജീൻ ഇതിലും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ഓവർ സോൾഡിൽ വരുന്ന സ്റ്റോക്കാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു സ്റ്റോക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ സോർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ TCS, കോൾ ഇന്ത്യ, ഗില്ലറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി മറ്റ് സോർട്ടിലും കണ്ടതാണ്. അപ്പോൾ ഈ ഒരു 159 സ്റ്റോക്കിനെ ഞാൻ ഒന്നും കൂടി സോർട്ട് ചെയ്യണം. അതായത് ലാസ്റ്റ് 5 ഇയേഴ്സിൽ സെയിൽസ് ഗ്രോത്ത് ഗ്രേറ്റർ ദാൻ 20 ഉള്ളത് മാത്രം നമുക്കൊന്ന് സ്ക്രീൻ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു 159 സ്റ്റോക്ക് കുറയും. ആ 159 സ്റ്റോക്കിൽ നിന്ന് നമുക്കൊരു 33 സ്റ്റോക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ സ്റ്റോക്കുകൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നു. ഒട്ടുമിക്ക എല്ലാ സ്റ്റോക്കുകളും എൻ്റെ ഉള്ളതാണ്. ഞങ്ങൾ ഓൾറെഡി വലിയ അനാലിസിസ് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച സ്റ്റോക്കുകൾ ഒരു സ്ക്രീനറിൽ ഇത്ര സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഏഞ്ചൽ വൺ, അതുപോലെ തന്നെ കൊഫോർജ്, ഡിക്സൺ ടെക്നോളജി, ഇതൊക്കെ നമ്മൾ ഓൾറെഡി KPI ടെക്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീനർ ഉപയോഗിച്ച് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുൺ ബിവറേജസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് അത്യാവശ്യം നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അത്യാവശ്യം നല്ല വലിയ കമ്പനിയാണ്. ഞാൻ സോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ക്ലിക്കായ ഒരു കമ്പനിയാണ് വരുൺ ബിവറേജസ്. ഈ വരുൺ ബിവറേജസ് നമ്മൾ സോർട്ട് ചെയ്ത് എടുത്തു എന്ന് വിചാരിക്കാം. ഞാൻ അതിൽ എൻ്റെ കണ്ണിപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഫെസ്റ്റിവൽ സീസണൊക്കെ ആയതുകൊണ്ട് ആ ഒരു സെക്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷ് ആവുന്ന സെക്ടറാണ് ഈ ഒരു സമയത്ത്. അത്യാവശ്യം നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉണ്ട്. ബാക്കി സെലക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല, ഞാൻ കുറച്ചും കൂടി എനിക്ക് ക്ലിക്കായിട്ട് തോന്നിയ ഒരു സ്റ്റോക്കാണ്. അപ്പോൾ വരുൺ ബിവറേജസ് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാണ്. ഇങ്ങനെ എല്ലാ സ്റ്റോക്കും നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് നേരത്തെ നമ്മൾ സോർട്ട് ചെയ്ത എല്ലാ സെക്ടറും നമുക്ക് ആ ഒരു സ്റ്റോക്കിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ദേ ഇവിടെ കണ്ടോ, നേരത്തെ FII ബൈ ചെയ്ത റെയിൽവേ വികാസ് നിഗം, വരുൺ ബിവറേജസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എത്ര കോടിയാണെന്നുള്ളത്, കറണ്ട് പ്രൈസ് ഇപ്പോൾ വരുൺ ബിവറേജസ് 652 രൂപയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഈ വർഷം ഇത് ഏറ്റവും ഹൈ പോയത് 683 രൂപയും ഏറ്റവും ലോ പോയത് 478 ഓക്കെ. ആൻഡ് വീണ്ടും താഴേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഇയർലി ചാർട്ട്സ് ഉണ്ട്. ആൻഡ് 50 DMA 200 DMA ഒക്കെ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ 200 DMA ഒക്കെ അത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഗുഡ് സൈൻ. പിന്നെ അതിൻ്റെ പ്രോസ് നോക്കുമ്പോൾ കമ്പനി ഹാസ് ഡെലിവേർഡ് ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ഓഫ് 47.3%. അതുപോലെ തന്നെ കമ്പനി ഹാസ് എ ഗുഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആൻഡ് കമ്പനീസ് മീഡിയൻ സെയിൽസ് ഗ്രോത്ത് ഈസ് 21.8% ഓഫ് ലാസ്റ്റ് 10 ഇയേഴ്സ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോസും ഈ കമ്പനിക്ക് ഉണ്ട്. കോൺസ് നോക്കുകയാണെങ്കിൽ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുന്നത് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഹാസ് ഡിക്രീസ്ഡ് ഓവർ ലാസ്റ്റ് ക്വാർട്ടർ -2.46. അതായത് ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് അവരുടെ ആ ഒരു ഷെയർ കുറച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു നെഗറ്റീവ് സൈൻ തന്നെയാണ്. അതായത് കാരണം ചില സ്റ്റോക്സ് ഓവർ വാല്യൂഡ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അതായത് ആ കമ്പനി പ്രൊമോട്ടേഴ്സ് ഓൾറെഡി അറിയാം എൻ്റെ കമ്പനിക്ക് ഇത്രയൊന്നും വിലയില്ല എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഈ ഒരു ഫ്ലക്ച്വേഷൻ അനുസരിച്ച് കമ്പനിയുടെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ പ്രൊമോട്ടേഴ്സ് എന്ത് ചെയ്യും, മുകളിൽ വെച്ച് ഇത് സോൾഡ് ഔട്ട് ചെയ്ത് ഇറങ്ങിയിരിക്കും. എന്നിട്ട് വീണ്ടും ഈ കമ്പനിയുടെ റിയൽ പ്രൈസിലേക്ക് വരുമ്പോൾ അവരത് വീണ്ടും ആഡ് ചെയ്യും. നമ്മളിപ്പോൾ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് കാണിക്കുന്ന മണ്ടത്തിന് എന്താ, ഈ പൊങ്ങി പോകുന്ന സ്റ്റോക്കുകൾ മുകളിൽ വെച്ച് അവർ വിൽക്കുന്നതൊക്കെ നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ ലോസ് മേടിക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു ഓവർ വാല്യൂഡ് എന്നുള്ളൊരു സെനാരിയോ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ മോഡലിൽ ബിസിനസ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ കമ്പനിയായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ബിസിനസ് മോഡലിലായാലും എല്ലാ കാര്യങ്ങളിലായാലും വരുൺ ബിവറേജസ് ആയിട്ട് അടുത്ത് നിൽക്കുന്ന കമ്പനികളാണ് ഹാറ്റ്സൺ ആഗ്രോ, ബിക്കാജി ഫുഡ്സ്, LT ഫുഡ് ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 187 ഞാൻ അതിൻ്റെ അതെടുത്തത്. പക്ഷെ വളരെ കുറച്ച് സ്റ്റോക്കുള്ളത്, 25 സ്റ്റോക്ക് എന്താ ഞാൻ 157 രൂപയ്ക്ക് അന്ന് എടുത്തതാണ്. ഇന്ന് അതിന് 430 രൂപയുണ്ട്. ഞാൻ ഓൾറെഡി സ്റ്റിൽ ഹോൾഡിംഗ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, ഞാൻ എടുത്ത സ്റ്റോക്കുകളൊക്കെ ഈ ഒരു സോർട്ടിൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നമുക്ക് അതിൻ്റെ പിയേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ക്വാർട്ടേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ സെയിൽസ് അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആണ്, ചെറിയ രീതിയിലുള്ള ഇൻക്രിമെൻറ്റും ഉണ്ട്. പക്ഷേ ക്വാർട്ടർലി റിസൾട്ട് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു കമ്പനീനെ വിലയിരുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇയർലി നമുക്ക് കാണാൻ പറ്റും. 2012 മുതൽ 2023 വരെ. അതുപോലെ തന്നെ അടുത്ത വർഷം അവർ എക്സ്പെക്ട് ചെയ്യുന്ന സെയിൽസ് ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. സെയിൽസ് ഗ്രോത്ത് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് എ ഗുഡ് സൈൻ. അതുപോലെ തന്നെ അവരുടെ എക്സ്പെൻസസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, OPM പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ സെയിൽസ് ഗ്രോത്ത് ഇത് ഇവിടെ ഒരു സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ 10 ഇയറിൽ 22%, 5 വർഷത്തിൽ 26%, 3 ഇയർ കൊണ്ട് 35%. പക്ഷെ അടുത്ത വർഷം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 22% ആണ്. നല്ല രീതിയിലുള്ള സെയിൽസ് ഗ്രോത്ത് ഈ ഒരു കമ്പനി കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവരുടെ ബാലൻസ്
ഷീറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണം. പക്ഷെ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, വീഡിയോസ് ഞാൻ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ അവരുടെ ക്യാഷ് ഫ്ലോ റേഷ്യൂസ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡിംഗ്, അതായത് നോക്കിക്കേ ഇവിടെ FIAs ഹോൾഡ് ചെയ്തിരിക്കുന്ന എത്ര, DASന്റെ കയ്യിൽ എത്ര ഉണ്ട്, പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്, പബ്ലിക്കിൻ്റെ കയ്യിൽ എത്ര ഉണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ FIAsന്റെ പ്ലസ് ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ DASന്റെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. ഇവിടെ FIAsന്റെയും DASന്റെയും പെർസെൻറ്റേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ 21, 23, 25, 26 അവരുടെ ചെറിയ രീതിയിൽ പെർസെൻറ്റേജ് കൂട്ടി വന്നിട്ടുണ്ട്. 2024 അവർക്ക് ഏകദേശം 25% ഹോൾഡിംഗ് തന്നെയുണ്ട്, അത്യാവശ്യം കുറച്ചിട്ടൊന്നുമില്ല. DAS ആയാലും ചെറിയ രീതിയിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു സ്റ്റോക്കിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. പബ്ലിക്കും ഇയർ ഓൺ ഇയർ കൂട്ടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് സ്റ്റോക്ക്. വരൺ ബിവറേജസ് നല്ല രീതിയിലുള്ള ഒരു സ്റ്റോക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളൊരു സജസ്റ്റ് ചെയ്യില്ല, കാരണം സജസ്റ്റ് ചെയ്യാൻ ഞാൻ SEBI രജിസ്റ്റേർഡ് അല്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ വ്യൂ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് സ്ക്രീൻസിൻ്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്ക്രീനിൽ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് അത്യാവശ്യം നല്ല രീതിയിൽ റെഫർ ചെയ്യണം. ഇപ്പോൾ ഫിനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പഠിച്ച ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് അത് ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ ഒക്കെ പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഞാനൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, ബിക്കോസ് ഞാൻ ആ ഒരു ഫീൽഡ് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് തന്നെ. സോ ഫണ്ടമെൻ്റൽസ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഈ സ്ക്രീനേഴ്സ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി ഈ ഒരു സ്ക്രീൻ ചെയ്തെടുത്ത ഈ ഒരു സ്റ്റോക്കുകൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ചെന്ന് നോക്കണം. ഈ സെലക്ട് ചെയ്ത സ്റ്റോക്കുകൾ നമ്മൾ വെറുതെ പോയി ഇൻവെസ്റ്റ് ചെയ്തത് ഇത് ട്രേഡിംഗ് വ്യൂവിൽ നോക്കി ഇത് ബൈ ചെയ്യാൻ പറ്റിയ സമയമാണോ, മെയിൻ സപ്പോർട്ട് റെസിസ്റ്റൻസിലാണോ, അല്ലെങ്കിൽ ഇത് ഓവർ വാല്യൂഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇങ്ങനെ സ്ക്രീൻ ചെയ്തെടുത്ത സ്റ്റോക്കുകൾ എങ്ങനെ ട്രേഡിംഗ് വ്യൂവിൽ അനാലിസിസ് ചെയ്യാം, എങ്ങനെ ഇതിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അതുവരേക്കും ബൈ.